ISLൻ്റെ ഭാവി എന്താവുമെന്നൊരു സംശയമാണ് നിലവിൽ ആരാധകർക്കുള്ളത്. നമ്മളെല്ലാവരും ഈ ഒരു കാര്യം പല വീഡിയോയിലൂടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം ISLൻ്റെ പേരിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന വലിയൊരു ആശങ്കയായിരുന്നു MRI കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അത് ചർച്ചകളിലൂടെ അത് പരിഹരിക്കുമെന്ന് നേരത്തെ തന്നെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നതാണ്. പിന്നീട് പല ക്ലബ്ബുകളും തങ്ങൾ ഒരുപാട് ആശങ്ക നിറഞ്ഞ സിറ്റുവേഷനിലേക്ക് കടന്ന സമയത്ത് അവർ AIFFനെ, അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെ ലെറ്റർ വഴി അത് അറിയിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതിനെ തുടർന്ന് വലിയ കാര്യമായിട്ടുള്ള നീക്കങ്ങളൊന്നും പിന്നീട് ക്ലബ്ബുകൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. പല ടീമുകളും തങ്ങളുടെ ട്രാൻസ്ഫറുകൾ മുതൽ പല കാര്യങ്ങളും ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷനും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലൂടെയൊക്കെയായിരുന്നു ഇതുവരെ ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് FSDL ഇന്ത്യൻ ഫുട്ബോളിൽ നിന്നും, അതായത് ISL ഓറിയൻറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന FSDL ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ISLൻ്റെ അധികാരത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിലവിൽ വന്നിരിക്കുകയാണ്. അവരെ തങ്ങൾക്ക് കൊടുക്കാനുള്ള ബാക്കി 12.5 കോടിയോളം രൂപ തിരിച്ച് വീണ്ടും നൽകിയിട്ട് അവർ മാറി നിൽക്കുന്ന സിറ്റുവേഷനിലേക്കാണ് പോകുന്നതെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയാണ് എങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താവുമെന്ന് പല ആരാധകർക്കും ഒരു സംശയമുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒഫീഷ്യലി AIFF മുൻപോട്ട് വെക്കുന്ന ടെൻഡർ, അതായത് ഇനി ആരായിരിക്കും ISLൻ്റെ ഭാവി തീരുമാനിക്കുക. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ടെൻഡർ വിളിച്ചാണ് നമ്മൾ കാണാറുള്ളത്. അതായത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിനെ വിളിക്കുന്നതാണ് കമ്പനിക്കായിരിക്കും ടെൻഡർ ലഭിക്കുക. സോ ആ ഒരു കമ്പനിക്ക് വരുവാനായിട്ട് പോകുന്ന ഇത്ര കാലത്തേക്കുള്ള കോൺട്രാക്റ്റും ലഭിക്കുന്നതായിരിക്കും. ISLൻ്റെ പേരിലുള്ള നമുക്കതൊക്കെ പറയാം. നിലവിൽ FSDLന് വലിയൊരു നേട്ടം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും FSDL പൂർണ്ണമായിട്ടും ഇന്ത്യൻ ഫുട്ബോളിൽ നിന്ന് മാറുന്നില്ല എന്നും അപ്ഡേറ്റുകളുണ്ട്. സോ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ടെൻഡർ വിളിക്കുമെന്ന്, അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ISLൻ്റെ പേരിൽ ഒരു ടെൻഡർ വിളിക്കുമെന്ന് നമ്മളെല്ലാവരും നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. നിലവിൽ അത് ഒക്ടോബർ 15 മുമ്പ് തന്നെ ആ ടെൻഡറിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കുമെന്നും ആരാധകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ നമുക്ക് ഒരു പക്ഷേ ISLന് പകരമായിട്ട് പുതിയൊരു ലീഗായിരിക്കാം ഒരു പക്ഷേ കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം ISL ക്ലബ്ബുകളും അവിടെ കാണും. പക്ഷേ ISLൻ്റെ പുതിയ ഓണേഴ്സ് വരുന്നതിനാൽ തന്നെ ഒരു പക്ഷേ ISL എന്നുള്ളതിൻ്റെ പേരിൽ ചെറിയ മാറ്റങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യതകൾ കാണും. പക്ഷേ ക്ലബ്ബുകളെല്ലാം അത് തന്നെ ആയിരിക്കാം എന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നമുക്ക് പ്രത്യേകിച്ച് അറിയാത്തതാണ്. കാരണം ഇതൊക്കെ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നേരത്തെ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളായിരുന്നു. കാരണം ഈ ഒരു 15 വർഷക്കാലത്തിനിടയിൽ ഒരു 10 വർഷം ആയപ്പോൾ തന്നെ, 2020 ആയപ്പോൾ തന്നെ ഈ ഒരു കരാറിനെ ചൊല്ലിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുക, അതായത് എക്സ്റ്റൻഷനെ കുറിച്ചൊക്കെ തന്നെ നേരത്തെ തന്നെ ചർച്ചകൾ ആരംഭിക്കുകയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന FSDL, അതായത് ISLൻ്റെ അധികാരങ്ങൾ നിൽക്കുന്ന ഈ ഒരു കമ്പനി ഒരു പക്ഷേ ഒരു കരാർ പുതുക്കി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നതാണ്. നിലവിൽ ഈ ഒരു കാര്യമൊക്കെ തന്നെ ഒരുപാട് വൈകിയ സാഹചര്യത്തിലാണ് FSDLനും വലിയ നേട്ടമൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലും. കാരണം അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയൊരു പ്രോഫിറ്റ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഒരു നഷ്ടം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് അവർ മാറി നിൽക്കുന്നത്. സോ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താവുമെന്ന ആശങ്കയിലൂടെയായിരുന്നു ഇതുവരെ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ ടെൻഡർ വിളിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ ടെൻഡറിൽ വരുന്ന പുതിയൊരു കമ്പനി ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ സക്സസ്സുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിന് നല്ലൊരു ഭാവി തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയിലെ ടോപ്പ് ടയർ ലീഗാണ് ISL എന്ന് പറയുന്നത്. വളരെ വലിയൊരു ആരാധക പിന്തുണ തന്നെ അധികം ഫുട്ബോൾ ഓറിയൻറ്റഡ് അല്ലാത്ത ഇന്ത്യൻ മണ്ണിൽ ഈ ഒരു ISLന് പിടിച്ചെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടതാണ്. കാരണം അത്രയും മികച്ചൊരു ഫാൻ ബേസ് തന്നെയാണ് ISLലെ പല ക്ലബ്ബുകൾക്കും ഏഷ്യയിൽ വെച്ച് ഏറ്റവും അധികം ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി ഈ ഒരു തരത്തിലാണെങ്കിൽ എങ്ങനെയാകുമെന്നുള്ളതൊക്കെ തന്നെ.